ഏതെങ്കിലും ഒരു സെറ്റ് ബിയിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഫൈനൈറ്റ് ഔട്ടർ മെഷറുള്ള ഒരു മെഷറബിൾ സെറ്റാണ് എ എന്നുണ്ടെങ്കിൽ എം സ്റ്റാർ ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി മൈനസ് എം സ്റ്റാർ ഓഫ് എ ആയിരിക്കുമെന്നാണ് ഇവിടെ നോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയെ മെഷറബിൾ സെറ്റ്സിൻ്റെ എക്സിഷൻ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. നമുക്കിത് വെരിഫൈ ചെയ്യാം. എ ഒരു മെഷറബിൾ സെറ്റ് ആയതുകൊണ്ട് ബൈ ഡെഫിനിഷൻ എം സ്റ്റാർ ഓഫ് ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി ഇൻറ്റർസെക്ഷൻ എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി ഇൻറ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എ സബ്സെറ്റ് ഓഫ് ബി ആയതുകൊണ്ട് ബി ഇൻറ്റർസെക്ഷൻ എ ഈക്വൽ ടു എ ആണ്. അതുപോലെ ബി ഇൻറ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു ബി മൈനസ് എ ആണെന്ന് നമുക്കറിയാം. ഇത് രണ്ടും യൂസ് ചെയ്താൽ എം സ്റ്റാർ ഓഫ് ബി ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് എ പ്ലസ് എം സ്റ്റാർ ഓഫ് ബി മൈനസ് എ എന്ന് കിട്ടും. എം സ്റ്റാർ ഓഫ് എ ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഇതിൽ നിന്നും എം സ്റ്റാർ ഓഫ് ബി മൈനസ് എ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ബി മൈനസ് എം സ്റ്റാർ ഓഫ് എ എന്ന് കിട്ടും. ഇതാണ് വെരിഫൈ ചെയ്യുവാനുണ്ടായിരുന്നത്. ദെൻ ഒരു സെറ്റ് ഇയുടെ മെഷറബിലിറ്റിയോട് ഈക്വലൻ്റായ 4 കണ്ടീഷൻസ് ആണ് നെക്സ്റ്റ് തിയറത്തിൽ പറയുന്നത്. തിയറം 11, ലെറ്റ് ഇ ബി എനി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദെൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് 4 അസേഷൻസ് ഈസ് ഈക്വലൻ ടു ദി മെഷറബിലിറ്റി ഓഫ് ഇ. ഫസ്റ്റ് വൺ, ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is an open set O containing E for which m star of O minus E less than epsilon. Second one, there is a G delta set G containing E for which m star of G minus E equal to 0. Third one, for each epsilon greater than 0 there is a closed set F contained in E for which m star of E minus F less than epsilon. And fourth one, there is an F sigma set F contained in E for which m star of E minus F equal to 0. ഈ ഏതെങ്കിലും ഒരു സെറ്റ് ഇവിടെ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഈയുടെ മെഷറബിലിറ്റിയോട് ഈക്വലൻ്റ് ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ മെഷറബിൾ ആണെങ്കിൽ ആ 4 അസേഷൻസും ഹോൾഡ് ചെയ്യുമെന്നും അതിലേതെങ്കിലും ഒരെണ്ണം ഹോൾഡ് ചെയ്യുമെങ്കിൽ ഈ മെഷറബിൾ ആയിരിക്കുമെന്നുമാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ആദ്യത്തെ 2 അപ്രോക്സിമേഷൻ പ്രോപ്പർട്ടീസും ഈയുടെ മെഷറബിലിറ്റിയും ഈക്വലൻ്റ് ആണ് എന്ന് മാത്രമേ പ്രൂവ് ചെയ്യുന്നുള്ളൂ. ദെൻ ബാക്കി പ്രൂഫ് ഡി മോർഗൻസ് ഐഡൻറ്റിറ്റീസും 3 റിസൾട്ടുകളും അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ്ലി ഫോളോ ചെയ്യും. ആ 3 റിസൾട്ട് ഇവയാണ്. കോംപ്ലിമെൻറ്റ് ഓഫ് എ മെഷറബിൾ സെറ്റ് ഈസ് മെഷറബിൾ. എ സെറ്റ് ഈസ് ഓപ്പൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഈസ് ക്ലോസ്ഡ്. ആൻഡ് എ സെറ്റ് ഈസ് എഫ് സിഗ്മ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഈസ് ജി ഡെൽറ്റ. സോ ആദ്യത്തെ 2 അപ്രോക്സിമേഷൻ പ്രോപ്പർട്ടീസും ഇയുടെ മെഷറബിലിറ്റിയും ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അസ്യൂം ഇ ഈസ് മെഷറബിൾ. ആദ്യം ഇക്ക് ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആണെന്ന് അസ്യൂം ചെയ്യുക. ബൈ ഡെഫിനിഷൻ എം സ്റ്റാർ ഓഫ് ഇ ഈക്വൽ ടു infimum of collection summation over k equal to 1 to infinity L of jk such that is a subset of union over k equal to 1 to infinity jk. So for any epsilon greater than 0 m star of e plus epsilon collection summation over k equal to 1 to infinity L of jk such that is a subset of union over k equal to 1 to infinity jk യുടെ ഒരു അപ്പർ ബൗണ്ട് ആയിരിക്കുകയില്ല. സോ there is a countable collection ik k equal to 1 to infinity of open bounded intervals that covers E such that summation over k equal to 1 to infinity L of ik less than m star of E plus epsilon. Take O equal to union over k equal to 1 to infinity ik. ഓപ്പൺ സെറ്റുകളുടെ കൗണ്ടബിൾ യൂണിയൻ ഓപ്പൺ ആയതുകൊണ്ട് O ഒരു ഓപ്പൺ സെറ്റ് ആണ്. കളക്ഷൻ ik k equal to 1 to infinity ഈയുടെ ഒരു കവർ ആയതുകൊണ്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ k equal to 1 to infinity ik. That is a subset of O. Then O equal to union over k equal to 1 to infinity ik ആയതുകൊണ്ട് m star of O equal to m star of union over k equal to 1 to infinity ik. Then outer measure countably subdivitive ആണെന്ന് നമുക്കറിയാം. So which is less than or equal to summation over k equal to 1 to infinity m star of ik. ikകളെല്ലാം ഇൻ്റർവെൽസ് ആയതുകൊണ്ട് ഫോർ ഈച്ച് കെ എം സ്റ്റാർ ഓഫ് ഐ കെ ഈക്വൽ ടു എൽ ഓഫ് ഐ കെ ആണ്. ഇതിൽ നിന്നും എം സ്റ്റാർ ഓഫ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity എൽ ഓഫ് ഐ കെ എന്ന് കിട്ടും. സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity എൽ ഓഫ് ഐ കെ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഒ ലെസ് ദാൻ എം സ്റ്റാർ ഓഫ് ഇ പ്ലസ് എപ്സിലോൺ എന്ന് കിട്ടും. എം സ്റ്റാർ ഓഫ് ഇ ഫൈനൈറ്റ് ആയതുകൊണ്ട് ഇതിൽ നിന്നും എം സ്റ്റാർ ഓഫ് ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ. ദെൻ ഈ സബ്സെറ്റ് ഓഫ് ഒ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എം സ്റ്റാർ ഓഫ് ഒ മൈനസ് എം സ്റ്റാർ ഓഫ് ഇ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഒ മൈനസ് ഇ എന്ന് കിട്ടും. Therefore m star of O minus E less than epsilon.
ദെൻ സെക്കൻഡ് കേസായിട്ട് എം സ്റ്റാർ ഓഫ് ഇ ഫൈനൈറ്റ് അല്ല എന്ന് അസ്യൂം ചെയ്യുക. ദെൻ ആറിന് നമുക്ക് ബൗണ്ടഡ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് ഇ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി ഡിസ്ജോയിൻറ്റ് യൂണിയൻ ഓഫ് കൗണ്ടബിൾ കളക്ഷൻ എ കെ ഈക്വൽ ടു 1 to infinity ഓഫ് മെഷറബിൾ സെറ്റ്സ് ഈച്ച് ഓഫ് വിച്ച് ഹാസ് ഫൈനൈറ്റ് ഔട്ടർ മെഷർ. ഇത് നമുക്ക് വെരിഫൈ ചെയ്യാം. ലെറ്റ് ആർ ഈക്വൽ ടു യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഐ കെ where IKs are bounded open intervals and collection IK k equal to 1 to infinity is disjoint. Then EK equal to IK intersection E എന്ന് ചൂസ് ചെയ്താൽ ഈ സബ്സെറ്റ് ഓഫ് ആർ ആയതുകൊണ്ട് ഈസ് സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെ എന്ന് കിട്ടും. ഐ കെകളെല്ലാം ബൗണ്ടഡ് ഇൻ്റർവൽസ് ആയതുകൊണ്ട് അവ മെഷറബിൾ ആണ്. അതുപോലെ അവയുടെ ഔട്ടർ മെഷർ ഫൈനൈറ്റുമാണ്. ഈ മെഷറബിൾ ആയതുകൊണ്ട് ഐ കെ ഇൻ്റർസെക്ഷൻ ഇയും മെഷറബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഫോർ ഈച്ച് കെ ഇ കെ ഈസ് മെഷറബിൾ. ഓൾസോ ഇ കെ ഇസ് എ സബ്സെറ്റ് ഓഫ് ഐ കെ. ഐ കെയുടെ ഔട്ടർ മെഷർ ഫൈനൈറ്റ് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഇ കെ ഫൈനൈറ്റ് ആയിരിക്കും. സോ നേരത്തെ പറഞ്ഞതുപോലെ ഇനെ ഫൈനൈറ്റ് ഔട്ടർ മെഷറുള്ള കൗണ്ടബിൾ കളക്ഷൻ ഓഫ് മെഷറബിൾ സെറ്റുകളുടെ ഡിസ്ജോയിൻറ്റ് യൂണിയൻ ആയിട്ട് എഴുതുവാൻ സാധിക്കും. ഫോർ ഈച്ച് കെ എം സ്റ്റാർ ഓഫ് ഇ കെ ഫൈനൈറ്റ് ആയതുകൊണ്ട് പ്രീവിയസ് കേസ്, അതായത് ഇ കെ ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആവാനുള്ള കേസ് ഇ കെകൾക്ക് അപ്ലൈ ചെയ്താൽ എം സ്റ്റാർ ഓഫ് ഒ കെ മൈനസ് ഇ കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 raised to k ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഇ കെനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഒ കെ ഉണ്ടായിരിക്കുമെന്ന് കിട്ടും. ഈച്ച് കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇത്തരത്തിലൊരു ഒ കെ കിട്ടും. ലെറ്റ് ഒ ഈക്വൽ ടു യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഒ കെ. ദെൻ ഒ ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും, കാരണം കൗണ്ടബിൾ യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഓപ്പൺ ആണ്. ഫോർ ഈച്ച് കെ ഇ കെ സബ്സെറ്റ് ഓഫ് ഒ കെയും ഈ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഇ കെയും ആയതുകൊണ്ട് ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഒ കെ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഒ ഈസ് എൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ഇ. ഫോർ ഈച്ച് കെ ഇ കെ സബ്സെറ്റ് ഓഫ് ഇ ആയതുകൊണ്ട് ഇ കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇ കെ കോംപ്ലിമെൻറ്റ്. ദെൻ ഒ കെ ഇൻ്റർസെക്ഷൻ ഇ കോംപ്ലിമെൻറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഒ കെ ഇൻ്റർസെക്ഷൻ ഇ കെ കോംപ്ലിമെൻറ്റ് ഫോർ ഈച്ച് കെ ഈക്വൽ ടു 1 to 3 etc. Therefore union over k equal to 1 to infinity OK intersection E complement is a subset of union over k equal to 1 to infinity OK intersection EK complement. That is union over k equal to 1 to infinity OK minus E is a subset of union over k equal to 1 to infinity OK minus EK. Now O minus E equal to union over k equal to 1 to infinity OK minus E, which is equal to union over k equal to 1 to infinity OK minus E, which is a subset of union over k equal to 1 to infinity OK minus EK. Therefore m star of O minus E less than or equal to m star of union over k equal to 1 to infinity OK minus EK. Outer measure subadditive ആയതുകൊണ്ട് which is less than or equal to summation over k equal to 1 to infinity m star of OK minus EK. For each k m star of OK minus EK less than epsilon by 2 raised to k ആയതുകൊണ്ട് m star of O minus E less than summation over k equal to 1 to infinity epsilon by 2 raised to k എന്ന് കിട്ടും, which is equal to epsilon into 1 by 2 plus 1 by 2 square plus 1 by 2 cube plus etc. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് ഫസ്റ്റ് ടൈം 1 by 2 ആൻഡ് കോമൺ റേഷ്യോ 1 by 2. ഫസ്റ്റ് ടൈം എയും കോമൺ റേഷ്യോ ആറുമായിട്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസിൻ്റെ സമ്മ് എ ബൈ 1 മൈനസ് ആർ ആയതുകൊണ്ട് ഈ സീരീസിൻ്റെ സമ്മ് 1 by 2 by 1 minus 1 by 2 is equal to 1. So m star of O minus E less than epsilon. Then 1 implies 2. ഫസ്റ്റ് അപ്രോക്സിമേഷൻ പ്രോപ്പർട്ടി ഇക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ കെ ചൂസ് എൻ ഓപ്പൺ സെറ്റ് ഒ കെ ദാറ്റ് കണ്ടെയ്ൻസ് ഇ ആൻഡ് ഫോർ വിച്ച് എം സ്റ്റാർ ഓഫ് ഒ കെ മൈനസ് ഇ ലെസ് ദാൻ 1 by k. ഫസ്റ്റ് കേസിൽ എപ്സിലോണിന് പകരം 1 by k എന്ന് ചൂസ് ചെയ്താൽ ഇത് പോസിബിൾ ആണ്. ഡിഫൈൻ ജി ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ ഓവർ കെ ഈക്വൽ ടു 1 to infinity ഓക്കെ. ഓപ്പൺ സെറ്റുകളുടെ കൗണ്ടബിൾ ഇൻ്റർസെക്ഷനാണ് ജി എന്നുള്ളത് കൊണ്ട് ജി ഒരു ജി ഡെൽറ്റ സെറ്റാണ്. എല്ലാ ഓക്കെകളും ഈനെ കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട് ജിയും ഈനെ കണ്ടെയ്ൻ ചെയ്യും. ഓൾസോ ഫോർ ഈച്ച് കെ ജി ഈസ് എ സബ്സെറ്റ് ഓഫ് ഓക്കെ. ദെൻ ജി മൈനസ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഓക്കെ മൈനസ് ഇ. ഔട്ടർ മെഷർ മൊണോട്ടോണിക് ആയതുകൊണ്ട് ഇതിൽ നിന്നും എം സ്റ്റാർ ഓഫ് ജി മൈനസ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ഓക്കെ മൈനസ് ഇ എന്ന് കിട്ടും. ഫോർ ഈച്ച് കെ എം സ്റ്റാർ ഓഫ് ഓക്കെ മൈനസ് ഇ ലെസ് ദാൻ 1 by k ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ജി മൈനസ് ഇ ലെസ് ദാൻ 1 by k ഫോർ ഈച്ച് കെ എന്ന് കിട്ടും.
ഇത് ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എം സ്റ്റാർ ഓഫ് ജി മൈനസ് സി ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം കെ വളരെ ലാർജായിട്ട് ചൂസ് ചെയ്താൽ നമുക്ക് 1/k വളരെ സ്മോൾ ആയിട്ട് കിട്ടും. സോ എം സ്റ്റാർ ഓഫ് ജി മൈനസ് സി ഈക്വൽ ടു 0. ഇതാണ് സെക്കൻഡ് അപ്രോക്സിമേഷൻ പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇനി ടു ഇംപ്ലൈസ് മെഷറബിലിറ്റി ഓഫ് ഇ. സെക്കൻഡ് അപ്രോക്സിമേഷൻ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് ദർ ഈസ് എ ജി ഡെൽറ്റ സെറ്റ് ജി കണ്ടെയ്നിങ് ഇ ഫോർ വിച്ച് എം സ്റ്റാർ ഓഫ് ജി മൈനസ് സി ഈക്വൽ ടു 0. നമുക്ക് ഈ മെഷറബിൾ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഔട്ടർ മെഷർ 0 ഉള്ള എല്ലാ സെറ്റുകളും മെഷറബിൾ ആണെന്ന്. സോ ജി മൈനസ് സി ഒരു മെഷറബിൾ സെറ്റാണ്. ദെൻ അതിൻ്റെ കോംപ്ലിമെൻറ്റും മെഷറബിൾ ആയിരിക്കും. എല്ലാ ജി ഡെൽറ്റ സെറ്റുകളും മെഷറബിൾ ആയതുകൊണ്ട് ജി മെഷറബിൾ ആണ്. ഓൾസോ ഇ ഈക്വൽ ടു ജി ഇൻ്റർസെക്ഷൻ ജി മൈനസ് സി കോംപ്ലിമെൻറ്റ്. മെഷറബിൾ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ മെഷറബിൾ ആയതുകൊണ്ട് ഈ മെഷറബിൾ ആണ്. സോ ഇയുടെ മെഷറബിലിറ്റിയും ഫസ്റ്റ് ടു അപ്രോക്സിമേഷൻ പ്രോപ്പർട്ടീസും ഈക്വലൻ്റ് ആണ്. ബാക്കി പ്രൂഫിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ദെൻ തിയറം 12. ലെറ്റ് ഇ ബി എ മെഷറബിൾ സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഔട്ടർ മെഷർ. ദെൻ ഫോർ ഈച്ച് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a finite disjoint collection of open intervals collection ik k equal to 1 to n for which if O equal to union over k equal to 1 to n ik then m star of e minus O plus m star of O minus e less than epsilon. ഈ ഫൈനൈറ്റ് ഔട്ടർ മെഷറുള്ള ഒരു മെഷറബിൾ സെറ്റ് ഏതൊരു പോസിറ്റീവ് റിയൽ നമ്പർ എപ്സിലോൺ ചൂസ് ചെയ്താലും താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ ഡിസ്ജോയിൻ്റ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഒരു ഫൈനൈറ്റ് കളക്ഷൻ ആയിക്ക് k equal to 1 to n ഉണ്ടായിരിക്കുമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആ കണ്ടീഷൻ ഇതാണ്. O equal to യൂണിയൻ ഓവർ k equal to 1 to n ik ആണെങ്കിൽ m സ്റ്റാർ ഓഫ് e മൈനസ് ഒ പ്ലസ് m സ്റ്റാർ ഓഫ് O മൈനസ് ഇ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. നമുക്ക് ഈ തിയറം പ്രൂവ് ചെയ്യാം. ഈ മെഷറബിൾ ആയതുകൊണ്ട് പ്രീവിയസ് തിയറത്തിലെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എം സ്റ്റാർ ഓഫ് യു മൈനസ് ഇ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 വരുന്ന വിധത്തിൽ ഈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് യു ഉണ്ടായിരിക്കുമെന്ന് കിട്ടും. ഇക്ക് ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആയതുകൊണ്ട് എക്സിഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എം സ്റ്റാർ ഓഫ് യു മൈനസ് ഇ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു മൈനസ് എം സ്റ്റാർ ഓഫ് ഇ എന്ന് കിട്ടും. ഇതിൽ നിന്നും എം സ്റ്റാർ ഓഫ് യു ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് ജി മൈനസ് ഇ പ്ലസ് എം സ്റ്റാർ ഓഫ് ഇ. എം സ്റ്റാർ ഓഫ് ജി മൈനസ് ഇയും എം സ്റ്റാർ ഓഫ് ഇയും ഫൈനൈറ്റ് ക്വാണ്ടിറ്റീസ് ആയതുകൊണ്ട് യുവിന് ഫൈനൈറ്റ് ഔട്ടർ മെഷർ ആയിരിക്കും. ചാപ്റ്റർ 1 പ്രൊപ്പോസിഷൻ 9 റിയൽ നമ്പേഴ്സിൻ്റെ എല്ലാ ഓപ്പൺ സെറ്റുകളെയും എല്ലാ നോൺ എംപ്റ്റി ഓപ്പൺ സെറ്റുകളെയും കൗണ്ടബിൾ കളക്ഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ ഡിസ്ജോയിൻറ്റ് യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യുവാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ആ റിസൾട്ട് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡഡ് അല്ല. അത് യൂസ് ചെയ്താൽ ഓപ്പൺ സെറ്റ് യുവിനെ കൗണ്ടബിൾ ഡിസ്ജോയിൻറ്റ് കളക്ഷൻ ആയിക്ക് k equal to 1 to infinity ഓഫ് ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ യൂണിയനായിട്ട് എഴുതുവാൻ സാധിക്കും. സോ ഈക്വൽ ടു യൂണിയൻ ഓവർ k equal to 1 to infinity ik. എല്ലാ ഇൻ്റർവെൽസും മെഷറബിൾ ആണ്. അതുപോലെ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഔട്ടർ മെഷർ അതിൻ്റെ ലെങ്ത് ആണ്. സോ ഈച്ച് ik മെഷറബിൾ ആണ്. അതുപോലെ തന്നെ എം സ്റ്റാർ ഓഫ് ik ഈക്വൽ ടു എൽ ഓഫ് ik. നൗ ഫോർ ഈച്ച് നാച്ചുറൽ നമ്പർ n യൂണിയൻ ഓവർ k equal to 1 to n ik യൂണിയൻ ഓവർ k equal to 1 to infinity ikയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് യൂണിയൻ ഓവർ k equal to 1 to n ik ഈസ് എ സബ്സെറ്റ് ഓഫ് യു എന്ന് കിട്ടും. ഫോർ ഈച്ച് k equal to 1 2 3 up to n ikകളെല്ലാം മ്യൂച്വലി ഡിസ്റ്റോയിൻ്റ് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ k equal to 1 to n ik ഈക്വൽ ടു സമ്മേഷൻ ഓവർ k equal to 1 to n എൽ ഓഫ് ik ആയിരിക്കും. ദെൻ ഔട്ടർ മെഷർ മോണോട്ടോണിക് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് യൂണിയൻ ഓവർ k equal to 1 to n ik ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു ആയിരിക്കും. ദാറ്റ് ഈസ് സമ്മേഷൻ ഓവർ k equal to 1 to n എൽ ഓഫ് ik ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു. എം സ്റ്റാർ ഓഫ് യു ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഫോർ ഈച്ച് n സമ്മേഷൻ ഓവർ k equal to 1 to n എൽ ഓഫ് ik ഫൈനൈറ്റ് ആയിരിക്കും. ഇതെല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഹോൾഡ് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ LHS ഇൻഡിപെൻഡൻറ്റ് ഓഫ് n ആയിരിക്കും. സോ സമ്മേഷൻ ഓവർ k equal to 1 to infinity എൽ ഓഫ് ik ലെസ് ദാൻ ഇൻഫിനിറ്റി. നൗ ചൂസ് എ നാച്ചുറൽ നമ്പർ n ഫോർ വിച്ച് സമ്മേഷൻ ഓവർ k equal to n plus 1 to infinity എൽ ഓഫ് ik ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇത്തരമൊരു നാച്ചുറൽ നമ്പർ പോസിബിൾ ആണ്. കാരണം ഇതുപോലെ ഒരു n കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സമ്മേഷൻ ഓവർ k equal to 1 to infinity എൽ ഓഫ് ik ഒരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കുകയില്ല. നൗ ഫോർ ദിസ് n ഡിഫൈൻ O equal to യൂണിയൻ ഓവർ k equal to 1 to n ik യൂണിയൻ ഓവർ k equal to 1 to n ik യൂണിയൻ ഓവർ k equal to 1 to infinity ikയുടെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ട് O is a subset of U. Then O minus E is a subset of U minus E.
ഔട്ടർ മെഷർ മോണോട്ടോണിക് ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഒ മൈനസ് സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു മൈനസ് സി എന്ന് കിട്ടും. എം സ്റ്റാർ ഓഫ് യു മൈനസ് സി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഒ മൈനസ് സി ഈസ് ഓൾസോ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഓൾസോ ഈ സബ്സെറ്റ് ഓഫ് യു ആയതുകൊണ്ട് ഇ മൈനസ് ഒ ഈസ് എ സബ്സെറ്റ് ഓഫ് യു മൈനസ് ഒ. യു ഈക്വൽ ടു യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി ഐ കെയും ഒ ഈക്വൽ ടു യൂണിയൻ ഓവർ കെ ഈക്വൽ ടു 1 to n ഐ കെയും ആയതുകൊണ്ട് യു മൈനസ് ഒ ഈക്വൽ ടു യൂണിയൻ ഓവർ കെ ഈക്വൽ ടു n + 1 to ഇൻഫിനിറ്റി ഐ കെ ആയിരിക്കും. നൗ മോണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്താൽ എം സ്റ്റാർ ഓഫ് ഇ മൈനസ് ഒ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം സ്റ്റാർ ഓഫ് യു മൈനസ് ഒ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു n + 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ. സമ്മേഷൻ ഓവർ കെ ഈക്വൽ ടു n + 1 to ഇൻഫിനിറ്റി എൽ ഓഫ് ഐ കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആയതുകൊണ്ട് എം സ്റ്റാർ ഓഫ് ഇ മൈനസ് ഒ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടും. നൗ ഇൻഇക്വാലിറ്റീസ് 1 and 2 ആഡ് ചെയ്താൽ എം സ്റ്റാർ ഓഫ് ഒ മൈനസ് സി പ്ലസ് എം സ്റ്റാർ ഓഫ് ഇ മൈനസ് ഒ ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടും. സോ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഒരു ഫൈനൈറ്റ് കളക്ഷൻ കിട്ടി.